CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ കൊടിയുയരും. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തും. ത്രിപുര മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രസിഡിയമായിരിക്കും പാർട്ടി കോൺഗ്രസ് നടപടികൾ നിയന്ത്രിക്കുക. പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നതിന് മുമ്പേ സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് ചോർന്നു. യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സംഘടനാ റിപ്പോർട്ടിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മഹേഷ്, ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം ഈ നിലയ്ക്ക് സ്വയം വിമർശനപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് എത്രത്തോളം നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ കൂടി സമ്മേളനത്തിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ മുമ്പും ഇതേ വിലയിരുത്തൽ കണ്ണൂരിലും ഉണ്ടായതാണ്. യുവജനങ്ങളെ ആകർഷിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നും വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാവണമെന്നും ഈ പാർട്ടി അംഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും ഈ തീരുമാനങ്ങളിലൊക്കെ കഴിഞ്ഞ ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഇതുവരെ എങ്ങനെ മുന്നേറാനായി എന്ന വിലയിരുത്തൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഹർഷൻ, CPM-ന്റെ സംഘടനാ രീതി വെച്ച് സ്വയംവിമർശനവും പതിവുള്ളതാണ്. അത്തരത്തിൽ സ്വയംവിമർശനപരമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂട്ടിന്റെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ് അതിൻ്റെ സംഘടനാ റിപ്പോർട്ട് അഥവാ ഓർഗനൈസേഷൻ റിപ്പോർട്ടിനകത്ത് വ്യക്തമായി പറയുന്നത്. പാർട്ടിക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിൽ പോരായ്മ സംഭവിക്കുന്നു. പാർട്ടിയിലേക്ക് കടന്നു വരുന്ന പുതിയ അംഗങ്ങൾക്ക് സംഘടനാബോധത്തിന്റെ അപര്യാപ്തതയുണ്ട്. അവരെ സംഘടനാവൽക്കരിക്കേണ്ടിയിരിക്കുന്നു, സംഘടനാബോധം പകർന്നു നൽകേണ്ടിയിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കീഴ്ഘടകങ്ങളിൽ കൂടുതൽ ഇടപെടേണ്ട സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലേക്കുള്ള വിലയിരുത്തലൊക്കെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഹർഷ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കൊച്ചുകുട്ടിയടക്കമുള്ള റെഡ് വോളണ്ടിയേഴ്സുകൾ നിരന്നിരിക്കുകയാണ് ഈ മധുരയിൽ. മധുര ചെങ്കോട്ടയായി മാറുന്ന ചെഞ്ചുവപ്പണിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇവിടെ മധുര പാർട്ടിക്ക് വളരെയധികം ആധിപത്യമുള്ള സ്വാധീനമുള്ള പ്രദേശത്ത് തന്നെയാണ് തമിഴ്നാട്ടിൽ. 52 വർഷങ്ങൾക്ക് ശേഷമാണ് മധുരയിൽ ഇപ്പോൾ ഇത്തരത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് നടക്കാൻ തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവേശം ആളുകൾക്കിടയിലെല്ലാം തന്നെ നല്ലപോലെ ഉണ്ട്. കാരണം ഇവിടെ MP സുവെങ്കടേശനെ നമ്മൾ സംസാരിച്ചു. സുവെങ്കടേശനായിരുന്നു ഇതിൻ്റെ എല്ലാ ചുക്കാൻ പിടിച്ചിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അദ്ദേഹം 9:50 വിമാനത്തിൽ പോവുകയും അദ്ദേഹം തിരിച്ച് നാളെയാണ് മടങ്ങുകയും ചെയ്യുക. വലിയ ആവേശത്തോടു കൂടിയാണ് പാർട്ടി മധുരയിലെ പാർട്ടി ഇക്കാര്യം വിലയിരുത്തുന്നത്. തമിഴ്നാട് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മധുര തന്നെ ഇത്തരത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഹർഷൻ, മഹേഷ് ചന്ദ്രനാണ് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.